ലോകത്ത് കുഞ്ഞുങ്ങളുടെ ജീവന് ഏറ്റവും ഉറപ്പുള്ള നാട് ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമെന്ന് ഇനി നമുക്ക് അഭിമാനത്തോടെ പറയാം. കേരളത്തിലെ ശിശുമരണ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞിരിക്കുന്നുവെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോഗ്രാഫിക് സർവേകളിൽ ഒന്നായ സാമ്പിൾ രജിസ്ട്രേഷൻ സർവേ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണ് കേരളത്തിലേത്, 5. 1025 ദേശീയ ശരാശരി. US-ലെ ശിശുമരണ നിരക്ക് 5.6 വികസിത രാജ്യത്തിനും താഴെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ശിശുമരണ നിരക്ക്. ജനിക്കുന്ന 1000 കുട്ടികളിൽ എത്ര പേർ മരിക്കുന്നു എന്നതാണ് ശിശുമരണ നിരക്ക് അഥവാ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ്, മോശം ആരോഗ്യ സാഹചര്യങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങളുടെ അപര്യാപ്തത, ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എന്ന് തുടങ്ങുന്ന ഘടകങ്ങളാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെയും ശിശുമരണ നിരക്കിനെയും പ്രാഥമികമായി സ്വാധീനിക്കുന്നത്. ഇവയെല്ലാം ഉറപ്പുവരുത്തുന്നതിൽ കേരളം അതീവ ജാഗ്രത പുലർത്തുന്നു എന്നാണ് ഈ നേട്ടം സൂചിപ്പിക്കുന്നത്. കേരളം ഇപ്പോൾ കൈവരിച്ച ഈ നേട്ടത്തിന്റെ ആഴം മനസ്സിലാകണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയണം. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ശിശുമരണ നിരക്ക് കേരളത്തിന്റെ 7 ഇരട്ടിക്ക് മുകളിലാണ്, 37. രാജ്യത്ത് ഗ്രാമീണ മേഖലകളിൽ ശിശുമരണ നിരക്ക് 28ഉം നഗരമേഖലകളിൽ 19 എന്ന വലിയ അന്തരം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ 5 എന്ന ഒറ്റ അക്കത്തിൽ കേരളം ശിശുമരണ നിരക്കിനെ പിടിച്ചു നിർത്തുന്നു. കൃത്യമായ ഗർഭകാല പരിചരണം, ചെക്കപ്പുകൾ, ഫുൾ എക്വിപ്ഡ് ഡെലിവറി പോയിന്റുകൾ, നിയോനേറ്റൽ ICUകൾ, ന്യൂബോൺ നഴ്സറീസ്, പോസ്റ്റ്നേറ്റൽ കെയർ, എക്സ്പീരിയൻസ് മെഡിക്കൽ പ്രൊഫഷണൽസ് തുടങ്ങി എല്ലാത്തരം സൗകര്യങ്ങളും സമൂഹത്തിലെ എല്ലാത്തരം മനുഷ്യർക്കും വിതരണം ചെയ്യാനാവുന്നു എന്നിടത്താണ് കേരളം മാതൃകയാവുന്നത്. ഇതുവരെ 8450 കുഞ്ഞുങ്ങൾക്ക് ചികിത്സ നൽകിയ, ജന്മനായുള്ള ഹൃദയവൈകല്യം കണ്ടെത്തി സൗജന്യമായി ചികിത്സിക്കുന്ന ഹൃദയം പോലുള്ള പദ്ധതികളും, അപൂർവ ജനിതക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുക വഴി അതുമൂലമുള്ള മരണങ്ങൾ കുറയ്ക്കപ്പെടുന്നതും അങ്ങനെയാണ്. സിസ്റ്റമാറ്റിക് അപ്രോച്ച്, കൃത്യമായ വിവരശേഖരണങ്ങൾ, അവയനുസരിച്ച് പദ്ധതി രൂപീകരിക്കലും നടപ്പിലാക്കലും, ആരോഗ്യ പരിചരണത്തിലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുന്നതിലുമുള്ള അർപ്പണബോധം, ആരോഗ്യ പരിപാലന സംവിധാനത്തിൽ ഉൾപ്പെടുന്ന ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങി ആശാപ്രവർത്തകരും വാർഡ് മെമ്പർമാരും സാധാരണക്കാരും ഉൾപ്പെടുന്ന സിസ്റ്റത്താൽ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യപ്പെടുന്ന ആരോഗ്യ സമൂഹം ഇവയെല്ലാം ഈ നേട്ടത്തിൽ കയ്യടി അർഹിക്കുന്നുണ്ട്. എണ്ണിത്തുടങ്ങിയാൽ പരിമിതികളും കുറവുകളും കുറേയേറെ കണ്ടെത്താൻ കഴിയും. എന്നാൽ വ്യക്തി എന്ന നിലയിൽ സ്റ്റേറ്റ് നൽകുന്ന പരിഗണനയും അവന്റെ അടിസ്ഥാന അവകാശങ്ങളോടും അഭിമാനബോധത്തോടും പുലർത്തുന്ന സമീപനവും അസമത്വങ്ങളുടെ വിളനിലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളം തല ഉയർത്തി നിൽക്കുന്നതിന് കാരണമാകും. കേരളം മോഡലാകുന്നു.